നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കൈ. ബ്ലോക്ക് ഡിവിഷൻ ഉൾപ്പെടെ 2 സീറ്റ് UDF നേടിയപ്പോൾ BJP 1 സീറ്റിൽ വിജയിച്ചു. ഉടുമ്പൻചോലയിൽ സിറ്റിംഗ് സീറ്റ് LDF നിലനിർത്തി. കൂട്ടാർ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ വിധിച്ച് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷിച്ചത് ഭാര്യാമാതാവിനെയും ഭാര്യയുടെ ജ്യേഷ്ഠത്തെയും കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കൂട്ടാർ ഒറ്റമരം മൈലാടിയിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന സുജിനെ. കൊല്ലപ്പെട്ടത് കൂട്ടാർ ചേലമൂട് പുത്തൻ വീട്ടിൽ ഓമന, മകൾ ബീന എന്നിവർ. പെരിയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആശങ്കയിൽ തീരദേശവാസികൾ. ഇതോടെ ഉറക്കം നഷ്ടപ്പെട്ട ഉപ്പുതറ അയ്യപ്പൻകോവിൽ മേഖലകളിൽ താമസിക്കുന്നവർ. കട്ടപ്പന പുളിയൻമലയിലെ അറവുശാല നവീകരിക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിലിൽ അവതരിപ്പിച്ച 16 അജണ്ടകൾ അംഗീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കൈ. ബ്ലോക്ക് ഡിവിഷൻ ഉൾപ്പെടെ 2 സീറ്റ് UDF നേടിയപ്പോൾ BJP 1 സീറ്റിൽ വിജയിച്ചു. ഉടുമ്പൻചോലയിൽ സിറ്റിംഗ് സീറ്റ് LDF നിലനിർത്തി. തൊടുപുഴ നഗരസഭ, അറക്കുളം ഗ്രാമപഞ്ചായത്ത്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത്, ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ ഓരോ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെയും തൊടുപുഴ നഗരസഭയിലെയും ഭരണം നിലനിർത്തുന്നതിനായി LDFും ഭരണം പിടിച്ചെടുക്കുന്നതിനായി UDFും അത്യന്തം വാശിയേറിയ പോരാട്ടമാണ് നടത്തിയത്. ഒടുവിൽ ഫലം പുറത്തു വന്നപ്പോൾ UDF നേട്ടം കൊയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തോപ്രാംകുടി ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഡോളി സുനിലാണ് വിജയിച്ചത്. എതിർ സ്ഥാനാർത്ഥി LDFിലെ അനീകെ ഡാർലിയെ 739 വോട്ടിനാണ് ഡോളി സുനിൽ പരാജയപ്പെടുത്തിയത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് LDF ആണ് നിലവിൽ ഭരിക്കുന്നത്. 13 സീറ്റുകളുള്ള ബ്ലോക്ക് പഞ്ചായത്തിലെ തോപ്രാംകുടി ഡിവിഷൻ അംഗം ജോലിക്കായി വിദേശത്തേക്ക് പോയതിനാലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പ്രസിഡന്റ് രാജീവ് ചന്ദ്രനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഹൈക്കോടതി അയോഗ്യയാക്കിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ വീണ്ടും UDFന് ഭരണം കൈവരുന്ന സാഹചര്യമാണ്. തൊടുപുഴ നഗരസഭയിലെ 9ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ജോർജ് ജോൺ കൊച്ചുപറമ്പിൽ 127 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. UDFന് 390 വോട്ട് ലഭിച്ചു. ഇവിടെ രണ്ടാമതെത്തിയ NDA സ്ഥാനാർത്ഥി രാജേഷ് പൂവാശ്ശേരിൽ 264 വോട്ട് നേടി. 263 വോട്ട് നേടി LDFിലെ ബാബു ജോർജ് 3ാം സ്ഥാനത്തായി. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി റൂബി വർഗീസിന് 84 വോട്ട് ലഭിച്ചു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിൽ BJP സ്ഥാനാർത്ഥി വിനീഷ് വിജയൻ 137 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. വിനീഷ് വിജയന് 362 വോട്ട് ലഭിച്ചു. UDF സ്ഥാനാർത്ഥി അലക്സ് എബ്രഹാമിന് 230 വോട്ടും LDF സ്ഥാനാർത്ഥി ടോം ജോസ് കുന്നേലിന് 175 വോട്ടും ലഭിച്ചു. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPMലെ യേശുദാസ് രാജപ്പൻ വിജയിച്ചു. UDFന് വേണ്ടി കോൺഗ്രസിലെ ജിനേഷ് EKയാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. SC സംവരണ വാർഡിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. നിലവിലുണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം P ദാസ് മരിച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതോടെ LDFന്റെ സിറ്റിംഗ് സീറ്റ് CPM നിലനിർത്തി. വിജയിച്ച സ്ഥാനാർത്ഥികളുമായി വിവിധ മുന്നണികൾ അതാത് സ്ഥലത്ത് സ്വീകരണ യോഗങ്ങളും ആഹ്ലാദ പ്രകടനവും നടത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ തോപ്രാംകുടി ഡിവിഷനിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥിയെ അനുമോദിച്ചു. UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നേരിട്ടെത്തിയാണ് വിജയിയായ ഡോളി സുനിലിനെ അനുമോദിച്ചത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ തോപ്രാംകുടി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ഡോളി സുനിൽ തൊട്ടടുത്ത LDF സ്ഥാനാർത്ഥി അനീകെ ഡാർലിയേക്കാൾ 739 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥിക്ക് 2211 വോട്ടും LDF സ്ഥാനാർത്ഥിക്ക് 1472 വോട്ടും ലഭിച്ചു. തോപ്രാംകുടിയിലാണ് അനുമോദന യോഗം നടത്തിയത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ ജനഹിതം അട്ടിമറിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കുന്ന LDFന്റെ ഭരണ അഹങ്കാരത്തിന് ഏറ്റ തിരിച്ചടിയാണ് മിന്നും വിജയമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സീറ്റാണ് UDF ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ ജനഹിതം അട്ടിമറിച്ചുകൊണ്ട് ഭരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ അഹങ്കാരത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഗുണ്ടായിസത്തിൻ്റെയും ഒക്കെ പേരിൽ UDFൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണക്കാർക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എപ്പോഴും ജനഹിതം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ
അവരുടെ ആ ഭരണത്തിൻ്റെ ഗർവും ധാർഷ്ട്യവും ഉണ്ടായിസവും കൊണ്ട് ജനഹിതത്തെ ഒരു കാരണവശാലും അട്ടിമറിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ഡോളി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിലേക്ക് വരികയാണ്. UDF വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ, ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ അഭിലാഷ് പാലക്കാട്, VA ഉലഹനാൻ, ഫിലിപ്പ് പള്ളിത്താഴെ, മാത്യു കൈച്ചിറ, ജോയി അരിമറ്റം, ഐപ്പ് അറുകാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൂട്ടാർ ഇരട്ട കൊലപാതക കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ വിധിച്ച് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി. ഭാര്യാമാതാവിനെയും ഭാര്യയുടെ ജ്യേഷ്ഠത്തെയും കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കൂട്ടാർ ഒറ്റമരം മൈലാടിയിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന സുജിനെയാണ് ശിക്ഷിച്ചത്. കൂട്ടാർ ചേലമൂട് പുത്തൻ വീട്ടിൽ ഓമന, മകൾ ബീന എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകം ചെയ്യുകയെന്ന ഉദ്ദേശത്തോടെയുള്ള ഭവനഭേദനം എന്നീ കുറ്റങ്ങൾ പ്രതി ചെയ്തതായി കോടതി കണ്ടെത്തി. IPC 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന തടവും 5 ലക്ഷം രൂപ പിഴയും, പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം അധിക തടവും, IPC 449 വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും, പിഴയടച്ചില്ലെങ്കിൽ 6 മാസം അധിക തടവുമാണ് ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയാകും. 2017 മാർച്ച് 31-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രതിയുമായി പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയ ഭാര്യയെ ഉപദ്രവിക്കുകയെന്ന ലക്ഷ്യത്തോടെ വൈകിട്ട് 5 മണിയോടെ സുജിൻ ഭാര്യ വീട്ടിലെത്തി. ഇയാളെ കണ്ട് ഭാര്യ മുറിക്കുള്ളിൽ കയറി കതകടച്ചു. അക്രമാസക്തനായ പ്രതി വീടിനുള്ളിൽ അതിക്രമിച്ചു കിടന്ന് കതക് ചവിട്ടി തുറക്കുവാൻ ശ്രമിച്ചു. ഇതേ തുടർന്ന് ഭാര്യാമാതാവ് ഓമനയും പ്രതിയും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തർക്കത്തിനിടയിൽ പ്രതി കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് ഓമനയുടെ നെഞ്ചിലും വയറിലും മാരകമായി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ഇത് കണ്ട് തടസ്സം പിടിക്കാനെത്തിയ ബീനയെയും പ്രതി നെഞ്ചിൽ കുത്തി വീഴ്ത്തി. പരിക്കേറ്റ ഓമനയെയും ബീനയെയും ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഇരുവരും മരിച്ചിരുന്നു. പ്രതിയുടെ സഹോദരനാണ് മരണപ്പെട്ട ബീനയെ വിവാഹം ചെയ്തിരുന്നത്. ഇയാളും പിന്നീട് മരിച്ചു. നെടുങ്കണ്ടം സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന റിജി എം കുന്നിപ്പറമ്പനാണ് കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതി കൃത്യത്തിന് ഉപയോഗിച്ച കത്തിയടക്കം 14 തുണ്ടിമുതലുകളും 24 രേഖകളും 45 സാക്ഷികളെയും കോടതിയിൽ ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS അഭിലാഷ് ഹാജരായി. കട്ടപ്പന പുളിയൻമലയിലെ അറവുശാല നവീകരിക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിലിൽ അവതരിപ്പിച്ച 16 അജണ്ടകളും അംഗീകരിച്ചു. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ അറവുശാലയുടെ മിഷനറികൾ തുരുമ്പെടുത്തതിനാൽ അറവുശാലയുടെ മാനദണ്ഡപ്രകാരമല്ല ഇത് പ്രവർത്തിക്കുന്നതെന്ന് ക്ലീൻ സിറ്റി മാനേജർ റിപ്പോർട്ട് നൽകിയിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അറവുശാല നവീകരിക്കാൻ കൗൺസിൽ തീരുമാനിച്ചത്. കട്ടപ്പന നഗരസഭാ കൗൺസിൽ ഇന്ന് 17 അജണ്ടകൾ ചർച്ച ചെയ്യുകയുണ്ടായി. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള സ്ലോട്ടർ ഹൗസിൻ്റെ നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്ലോട്ടർ ഹൗസിൻ്റെ പ്രവർത്തനം ഓഡിറ്റിൽ കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നത് എന്ന ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്ലോട്ടർ ഹൗസിന് പൈസ വെച്ചിരുന്നു എങ്കിലും പരാമർശം ഓഡിറ്റിൽ വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് വളരെ അടിയന്തരമായി പുളിയമലയിലെ സ്ലോട്ടർ ഹൗസ് നവീകരിച്ച് അതിനെ അത്യാധുനിക സംവിധാനത്തോടു കൂടി ചെയ്യുന്നതിനുള്ള നടപടികൾ അതിൽ ആരംഭിച്ചിട്ടുണ്ട്. സിവിൽ വർക്കിൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ടെക്നിക്കൽ സൈഡ് കൂടി പരിശോധിച്ച് സമയബന്ധിതമായി അറവുശാല നവീകരിച്ച് കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായ അറവുശാലയായി മാറ്റും. അതിൻ്റെ നടപടികൾ നടത്താൻ ഇന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. കട്ടപ്പന നഗരസഭയുടെ സ്ഥലങ്ങൾ വിവിധ വകുപ്പുകൾക്ക് നൽകിയതിനാൽ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് സ്ഥല സൗകര്യങ്ങൾ ഇല്ലാത്ത സാഹചര്യമുണ്ട്. നഗരസഭാ പരിധിയിൽ റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള സ്ഥലങ്ങൾ ലഭ്യമാക്കുന്നതിന് സർക്കാരിന് അപേക്ഷ നൽകാനും കൗൺസിൽ തീരുമാനിച്ചു. പുതിയ ഉത്തരവ് പ്രകാരം ഗവൺമെന്റിന്റെ പക്കലുള്ള റവന്യൂ വകുപ്പിന്റെ ഒക്കെ പക്കലുള്ള സ്ഥലങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന ഒരു ഉത്തരവുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന നഗരസഭയിൽ അത്തരം വിവിധ വകുപ്പുകളുടെ കൈവശമുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അത് നമുക്ക് മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം, അത് മാലിന്യമുക്ത മുനിസിപ്പാലിറ്റി എന്ന ലക്ഷ്യവും നടപ്പാക്കുന്നതിന് വേണ്ടി ആ പദ്ധതി രൂപീകരിക്കുന്നതിന് വേണ്ടി അത് ഗവൺമെൻറ്റിൽ അത്തരമൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കുറേയധികം സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയ സ്ഥലങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിൽ അനുമതിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്ത് നമ്മുടെ നഗരത്തെ ശുചീകരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും ചെയ്യാൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന അനാഥാലയങ്ങളിലെ അന്തേവാസികൾ മരിച്ചാൽ സൗജന്യമായി
നഗരസഭയുടെ ശാന്തിതീരം ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിനും കൗൺസിലിൽ തീരുമാനമെടുത്തു. കട്ടപ്പന നഗരസഭയ്ക്ക് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ അനുവദിച്ച ഫണ്ട് എസ്റ്റിമേറ്റ് എടുക്കാനോ ടെൻഡർ ചെയ്യാനോ സാധിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണികളടക്കം ചെയ്യാതിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഏകദേശം 3 കോടി രൂപയുടെ പദ്ധതികളാണ് കട്ടപ്പന നഗരസഭ തടഞ്ഞുവച്ചിരിക്കുന്നതെന്നും പ്രതിപക്ഷ കൗൺസിലർ ഷാജി കൂത്തോടി ആരോപിച്ചു. കട്ടപ്പന നഗരസഭയ്ക്ക് ഇടുക്കി MLA ജലവകുപ്പ് മന്ത്രിയായ ശ്രീ റോഷി അഗസ്റ്റിൻ 2021 മുതൽ 2024 വരെ ഏകദേശം 3 കോടി രൂപയുടെ ഫണ്ട് വിവിധ റോഡുകൾക്ക് വിവിധ പദ്ധതികളിൽപ്പെടുത്തി STF, ADS, ഫ്ലഡ് വകുപ്പുകളിൽപ്പെടുത്തി ഫണ്ട് അനുവദിക്കുകയും എന്നാൽ ഇതുവരെ ഒരു വർക്ക് പോലും കട്ടപ്പന മുനിസിപ്പാലിറ്റി ടെൻഡർ ചെയ്യുകയോ എസ്റ്റിമേറ്റ് എടുക്കുകയോ ചെയ്തിട്ടില്ല. ഇത് കട്ടപ്പന മുനിസിപ്പാലിറ്റി നിവാസികളോട് കട്ടപ്പന നഗരസഭ നടത്തുന്ന വെല്ലുവിളിയാണ്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയും കട്ടപ്പനയിൽ നടപ്പിലാക്കില്ല എന്നുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ വർക്കുകൾ ഗ്രാമീണ റോഡുകൾക്ക് അനുവദിക്കുന്ന തുക ചെലവഴിക്കാതിരിക്കുകയും അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് വളരെ നിരുത്തരമായ കാര്യമാണ്. അതോടൊപ്പം കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ വികസന മുരടിപ്പ് ഏകദേശം 3 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഓരോ വാർഡിലും 10 ലക്ഷം രൂപ വെച്ച് ഏകദേശം 10 ലക്ഷം രൂപ വെച്ച് കിട്ടുന്ന പദ്ധതികളാണ്. ഈ പദ്ധതികൾക്കൊന്നും യാതൊരുവിധ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫണ്ട് അനുവദിക്കും, അത് കട്ടപ്പന മുനിസിപ്പാലിറ്റി വരും. പക്ഷേ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ലോഗിനിലോ സെക്രട്ടറിയുടെ ലോഗിനിലോ PWD സെക്ഷൻ്റെ ലോഗിനിലോ ഇതൊന്നും കാണാനേ സാധിക്കില്ല. ഞങ്ങൾ പിന്നെ LDF കൗൺസിലർമാർ പോയി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതിൻ്റെ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ട് കാണിക്കുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടായിരുന്നു, അത് അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിക്ക് 24 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ. കുമളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന കുറ്റകൃത്യത്തിൽ പ്രതിയായ ചക്കുകുളം പാമ്പാപ്പാറ വിജയ് ഭവനിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന വിജയൻ രാമനെയാണ് കട്ടപ്പന പോക്സോ കോടതി ശിക്ഷിച്ചത്. പോക്സോ വകുപ്പ് പ്രകാരം 20 വർഷം കഠിന തടവും 45,000 രൂപ പിഴയും വിവിധ വകുപ്പുകളിലായി 4 വർഷവും 6 മാസത്തെ കഠിന തടവും 5,000 രൂപ പിഴയുമാണ് വിധിച്ചത്. 2022 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. അയൽവാസി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കുട്ടിയെ എത്തിച്ചായിരുന്നു പീഡനം. ഇരട്ടിയാറിന് സമീപം ഒഴുക്കിൽപ്പെട്ട വയോധികയെ രക്ഷപ്പെടുത്തി. പറയൻകവല തറയിൽ മേരിയെ ഏറെ നേരത്തെ തിരച്ചിലിനു ശേഷം കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടുകാർ എത്തിയപ്പോൾ 74 വയസ്സുള്ള മേരിയെ കാണാനില്ലാതായി. തുടർന്ന് സമീപവാസികളെ വിവരം അറിയിച്ചു. പിന്നീട് നടത്തിയ തിരച്ചിലിൽ തോടിന് സമീപം മേരിയുടെ ചെരുപ്പ് കണ്ടെത്തുകയും ചെയ്തു. ഉടൻ കട്ടപ്പന ഫയർഫോഴ്സിലും പോലീസിലും വിവരമറിയിച്ചു. നീരൊഴുക്ക് ശക്തമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരുന്നു. ഫയർഫോഴ്സിനും പോലീസിനുമൊപ്പം പൊതുജനങ്ങളും തിരച്ചിലിൽ പങ്കെടുത്തു. ഒടുവിൽ ചെരുപ്പ് കണ്ട സ്ഥലത്തു നിന്നും 300 മീറ്ററോളം അകലെ കുറ്റിച്ചെടിയിൽ പിടിച്ചു നിൽക്കുന്ന നിലയിൽ മേരിയെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ മേരിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മഴയിൽ അയ്യപ്പൻകോവിൽ ആലടിക്കും പരപ്പിനുമിടയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് മണ്ണിടിച്ചിലിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ആലടി ടൗണിന് സമീപം സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വീണ്ടും സമാനമായ രീതിയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിൽ മണ്ണിടിയാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടതിനാൽ വാഹനങ്ങൾ സുഗമമായി സഞ്ചരിക്കുന്നതിനു വേണ്ടി വൺവേ സംവിധാനം ഒരുക്കുമെന്നും അടുത്ത ദിവസം പഞ്ചായത്ത് കമ്മിറ്റി ആലോചിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പറഞ്ഞു. ആലടി മുതൽ മേരുകുളം വരെയുള്ള റോഡ് വൺവേ ആക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡ് മെയിൻ റോഡിലൂടെ പോവുകയും മറുവശത്തേക്ക് വരുന്ന വാഹനങ്ങളെ ആലടി ചെന്നിനായ്ക്കൻകുടി റോഡിലൂടെ ആലടിയിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് വൺവേ സംവിധാനം ഒരുക്കുന്നതിനെക്കുറിച്ച് പഞ്ചായത്ത് കമ്മിറ്റി ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഗതാഗത നിരോധനം മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടില്ല. മഴക്കാലം ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് വേണ്ട നടപടികൾ കരാറുകാർ സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാനുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് പറഞ്ഞു. ശക്തമായി മഴ പെയ്താൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത ഏറെയാണ്. ഇതോടെയാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഏത് അടിയന്തര സാഹചര്യത്തിലും പൊതുജനങ്ങൾക്ക് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുവാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് പറഞ്ഞു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് അത്യാവശ്യ ഘട്ടങ്ങൾ ആവശ്യമുള്ള സേവനങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മഴ മൂലം ഉണ്ടാകുന്ന ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ പെരിയാറ്, അതുപോലെ ചിന്നാറ്, അതുപോലുള്ള ഇത് കരകവിഞ്ഞ് വരാനുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയാം നമ്മുടെ മഴയെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട മഴകളാണ്. അതുകൊണ്ട് തന്നെ എത്രയധികം വെള്ളം ഇവിടെ നമുക്ക് വരും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ പരിസര പ്രദേശത്തിൽ താമസിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ജാഗ്രത പാലിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കുഴിയിൽ ഇറങ്ങുവാനോ കുളിക്കുവാനോ മറ്റു കാര്യങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങൾ ആരും ചെയ്യരുതെന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്താവശ്യത്തിനും നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം, അത് മാത്രമല്ല നമ്മുടെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളുണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ. അവിടെ താമസിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് എന്തെങ്കിലും അപായ മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ അവിടുന്ന് അധികൃതരെ അറിയിച്ച് അവിടുന്ന് എത്രയും വേഗം മാറാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പം ആളുകളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ, വില്ലേജിൻ്റെ നേതൃത്വത്തിലെ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ആളുകൾ പഞ്ചായത്തിലും അതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ച് അപകട പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണെന്ന് ഓർമ്മിക്കുകയാണ്. ഉദ്യോഗസ്ഥർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കാൻ തയ്യാറാകണമെന്നും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന മേഖലകളിൽ നിന്നും പൊതുജനങ്ങൾ മാറി താമസിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഉപ്പുതറ സെന്റ് ഫിലോമിന സ്കൂൾ, പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, വിവിധ മേഖലകളിലെ സ്കൂളുകൾ തുടങ്ങിയവയിലെല്ലാം അടിയന്തര സാഹചര്യമുണ്ടായാൽ ക്യാമ്പുകൾ തുറക്കാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഉടുമ്പൻചോല താലൂക്ക് തലത്തിൽ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ആവശ്യമായ വസ്തുക്കൾ സമാഹരിക്കുമെന്ന് വിവിധ സംഘടനകൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരുന്ന വെള്ളിയാഴ്ച താലൂക്കിലെ വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് അവശ്യ സാധനങ്ങൾ സമാഹരിക്കുന്നതിനുള്ള കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഉടുമ്പൻചോല താലൂക്ക് ജമിയത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ, ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലമീൻ, പട്ടം കോളനി യുവജന കൂട്ടായ്മ എന്നിവർ സംയുക്തമായാണ് അവശ്യ വസ്തുക്കൾ ശേഖരിക്കുന്നത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം നടന്നത്. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി പതിവ് പോലെ രാത്രി ഉറങ്ങാൻ കിടന്ന ഒരു മനോഹരമായ ഗ്രാമവും അതിലെ ജനങ്ങളും ഉരുളുപൊട്ടി വന്ന വെള്ളവും മണ്ണും കല്ലും മരങ്ങളും ഒരു നാടിനെ ഒന്നാകെ തുടച്ചു നീക്കി. സംഹാര താണ്ഡവമാടി വന്ന മലവെള്ളപ്പാച്ചിലിൽ സർവസ്വവും നഷ്ടപ്പെട്ടവർ, എല്ലാം നഷ്ടപ്പെടുത്തി ജീവൻ നിലനിർത്താൻ ഓടി രക്ഷപ്പെട്ടവർ, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദന പങ്കുവെക്കുന്ന സാധാരണ ജനങ്ങൾ, ജീവൻ നഷ്ടപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ പല ഭാഗത്തു നിന്നും ശേഖരിക്കപ്പെടുന്ന ഉൾക്കൊള്ളാൻ പോലും ആകാത്ത നിലയുള്ള കാഴ്ചകൾ എല്ലാം തീരാ നോവായി കേരള സമൂഹത്തിന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുമ്പോൾ നമുക്ക് കഴിയുന്നത് അവരുടെ വേദനയിൽ പങ്കുചേരലും അവശേഷിക്കുന്നവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതുമാണ്. ഈ സാഹചര്യത്തിൽ ഉടുമ്പൻചോല താലൂക്ക് തലത്തിൽ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ആവശ്യമായ അവശ്യ വസ്തുക്കൾ സമാഹരിക്കുന്നതിന് ഉടുമ്പൻചോല താലൂക്ക് ജമിയത്തുൽ ഉലമായും താലൂക്ക് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷനും ലജ്നത്തുൽ മുഅല്ലമീൻ വട്ടംകൊള്ളി മേഖലാ കമ്മിറ്റിയും യുവജന കൂട്ടായ്മ കമ്മിറ്റി സംയുക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, പഠനോപകരണങ്ങൾ, പാക്കറ്റ് ഫുഡ് ഐറ്റംസുകൾ, മറ്റ് ദൈനംദിന ആവശ്യ വസ്തുക്കളെല്ലാം സമാഹരിക്കുന്നുണ്ട്. കൂടാതെ വരുന്ന വെള്ളിയാഴ്ച താലൂക്കിലെ വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് ആവശ്യ സാധനങ്ങൾ സമാഹരിക്കുന്നതിനുള്ള കൗണ്ടറുകൾ സജ്ജീകരിക്കുന്നുമുണ്ട്. വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, പഠനോപകരണങ്ങൾ, പാക്കറ്റ് ഫുഡ് ഐറ്റംസുകൾ, മറ്റ് ദൈനംദിന അവശ്യ വസ്തുക്കൾ എല്ലാം സമാഹരിക്കും. കൂടാതെ വരുന്ന വെള്ളിയാഴ്ച താലൂക്കിലെ വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് അവശ്യ സാധനങ്ങൾ സമാഹരിക്കുന്നതിനുള്ള കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. സജീവമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന കമ്മിറ്റി ഈ കാര്യത്തിൽ ഈ ദുരന്തത്തിൽ എത്തിയിരിക്കുന്ന സാധുക്കളായ ആളുകൾക്ക് അവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ വലിയ ഒരു എമൗണ്ടിൽ വലിയൊരു സംഖ്യ ഇതിനു വേണ്ടി നിസ്സാരമായി കാണാതെ ആവശ്യത്തിന് വലിയൊരു എമൗണ്ടാണ് ഇതിന് വേണ്ടത്. അതുകൊണ്ട് ഈ രംഗത്ത് ഇറങ്ങുന്നവർക്ക് പരമാവധി പ്രോത്സാഹനങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ സമുദായത്തിലെയും മറ്റ് ജനങ്ങളായ നല്ലവരായ നാട്ടുകാരുടെയും എല്ലാവരുടെയും വലിയ സഹകരണമാണ് ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നത്. തൂക്കുപാലത്ത് A1 സിൽക്സ് നിന്നിരുന്ന ബിൽഡിംഗിലും മംഗല്യ ഓഡിറ്റോറിയത്തിലും കളക്ഷൻ കൗണ്ടറുകൾ തുറന്നിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ MK അബ്ദുൽ സലാം മൗലവി, സ്വാലിഹാജി തൂക്കുപാലം, അബ്ദുൽ സത്താർ മൗലവി, ലജ്നത്തുൽ മുഅല്ലമീൻ, ഹാഫിൾ യൂസഫ് മൗലവി, മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു.
വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങായി വണ്ടിപ്പെരിയാർ യുവജ്യോതി SHG മൃതദേഹം സൂക്ഷിക്കുന്നതിനുള്ള ഫ്രീസർ ഇവർ CPM പീരുമേട് ഏരിയ കമ്മിറ്റിക്ക് കൈമാറി. ഫ്രീസറുമായി ഒരു സംഘം വയനാട്ടിലേക്ക് തിരിച്ചു. മനുഷ്യഹൃദയങ്ങളെ വേദനയിലാഴ്ത്തി ഒരു നാടിനെ ആകെ വിഴുങ്ങിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. അവിടെയുള്ളവർക്ക് സഹായഹസ്തവുമായി വിവിധ മേഖലകളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട്. ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പരിമിതമാണെന്നറിഞ്ഞതോടെയാണ് വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിക്കുന്ന യുവജ്യോതി സ്വയം സഹായ സംഘം ഫ്രീസർ കൈമാറിയത്. സംഘാംഗങ്ങൾ ചേർന്ന CPM പീരുമേട് ഏരിയ കമ്മിറ്റിക്ക് ഫ്രീസർ കൈമാറി. മത്സ്യത്തൊഴിലാളികളെയാണ് കുറെ കൂടി വേണ്ടത്, യാനങ്ങളും വേണം എന്നുള്ള ആവശ്യം കളക്ടർ ഉന്നയിച്ചു. അങ്ങനെ കോഴിക്കോട്ടു നിന്നും മലപ്പുറത്തു നിന്നും 2 ടീമിനെ വിദഗ്ധ സംഘത്തെ നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ സംഘത്തെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ അയച്ചു കഴിഞ്ഞു. അതേപോലെയാണ് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നും കണക്കാക്കിക്കൊണ്ട് ഫ്രീസർ വയനാട്ടിൽ എത്തിക്കുന്നതിനായി ഒരു സംഘം അവിടേക്ക് തിരിക്കുകയും ചെയ്തു. വണ്ടിപ്പെരിയാറിൽ നിന്നും വയനാട്ടിലേക്ക് വിവിധ സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് കൈകോർക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നവർ പഞ്ചായത്തിന്റെ ശേഖരണ കേന്ദ്രത്തിൽ ഇവ എത്തിക്കണമെന്ന് ഭരണസമിതി അറിയിച്ചു. വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായിട്ടാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവശ്യ വസ്തുക്കളുടെ ശേഖരണം നടത്തുന്നത്. ക്യാമ്പിലേക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ, മരുന്നുകൾ, ഭക്ഷണ സാധനങ്ങൾ, സാനിറ്ററി നാപ്കിൻസ് തുടങ്ങിയവ നൽകാൻ ആഗ്രഹിക്കുന്ന സുമനസുകൾ പഞ്ചായത്തിന്റെ ശേഖരണ കേന്ദ്രത്തിൽ ഇവ എത്തിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ പറഞ്ഞു. ഇപ്പോഴും ഒരുപാട് ആളുകളെ കണ്ടെത്താനുള്ള സ്ഥിതിവിശേഷം വന്നിട്ടുള്ളതാണ്. അവരുടെയൊക്കെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മുടെ സഹോദരൻ എന്ന നിലയിൽ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും, എന്താ പറയുക, ആഹാരം, അതുപോലെ തന്നെ വസ്ത്രം, മറ്റ് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഓരോരുത്തരും ക്യാമ്പുകളിൽ കഴിയുന്നത്. അവർക്ക് വേണ്ട സഹായം നൽകുവാനായിട്ട് വയനാട് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ സഹായം അഭ്യർത്ഥിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ പേരിൽ നമുക്ക് ഇവിടെയുള്ള എല്ലാ സുമനസുകളുടെയും സഹായത്തോടുകൂടി ഇത് ശേഖരിച്ച് പഞ്ചായത്തിലെ ഒരു കളക്ഷൻ സെൻ്റർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ സാധനങ്ങൾ ശേഖരിച്ചുകൊണ്ട് എത്രയും 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ക്രമീകരണമാണ് നമുക്ക് ചെയ്യാനുള്ളത്. 2 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് ശേഖരിക്കുന്ന വസ്തുക്കൾ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭരണസമിതി. ടാറിംഗ് നടത്തി ഏതാനും മാസങ്ങൾക്കിടയിൽ തന്നെ മൂന്നാർ സൈലന്റ് വാലി റോഡ് പൊളിഞ്ഞു. 2018 പ്രളയത്തിൽ തകർന്ന റോഡ് കാത്തിരുന്നായിരുന്നു ടാറിംഗ് നടത്തിയത്. റോഡ് പൊളിഞ്ഞതോടെ പ്രതിഷേധവും രൂപം കൊണ്ടു കഴിഞ്ഞു. തോട്ടം തൊഴിലാളികളായ കുടുംബങ്ങളും വിനോദസഞ്ചാരികളുമൊക്കെ ഉപയോഗിക്കുന്ന റോഡാണ് മൂന്നാർ സൈലന്റ് വാലി റോഡ്. 2018 ഈ റോഡ് തകർന്നിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വർഷങ്ങളോളം പ്രദേശവാസികൾ യാത്രാക്ലേശം അനുഭവിച്ചു. കുണ്ടും കുഴിയും ചാടിയുള്ള യാത്ര മടുത്തതോടെ പ്രതിഷേധവും ഉയർന്നു. ഒടുവിൽ ഫണ്ട് വകയിരുത്തി റോഡിന്റെ ടാറിംഗ് ജോലികൾ നടത്തി. എന്നാൽ ടാറിംഗ് നടന്ന ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ടാറിംഗ് പൊളിഞ്ഞു തുടങ്ങിയിട്ടുള്ളതാണ് പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുള്ളത്. மூணார் சைலண்ட் வாலி ரோடு ரொம்ப வருஷமாக ரொம்ப மோசமாக கிடந்துச்சு. ஸ்கூல் பிள்ளைகள் அடக்கம், எஸ்டேட்டில் இருக்கக்கூடிய தொழிலாளர்கள் அடக்கம், வாகன ஓட்டுநர்கள் அடக்கம் இதில் போக முடியாத சூழ்நிலை இருந்துச்சு. பலதரப்பட்ட போராட்டங்கள் காங்கிரஸ் கட்சி நடத்தினதின் பாகமாக இங்கே இருக்கக்கூடிய சேனல்களுடைய மீடியாக்களுடைய ஒத்தாசையோடு கூட பலதரப்பட்ட போராட்டங்கள் நடத்தியதின் பயனாக இங்கே 6 கோடி ரூபாய்க்கு மேலே செலவழித்து இந்த ரோடு இங்கே போடப்பட்டது. 16 கிலோமீட்டர். அந்த ரோடு போடும்போதே நாங்களும் பொதுமக்களும் சொன்னோம், இந்த ரோடு அசாஸ்திரமான முறையில் போடப்படுது, கனங்குறைவாக போடப்படுது. நாங்கள் அன்றைக்கே சொன்னோம். ஒரு மழை பெய்யும்போது இந்த ரோடு தகரும்னு அன்றைக்கே சொன்னோம். ஆனால் கேட்கல. இப்போ நீங்கள் பார்த்தீங்கன்னா தெரியும், 6 கோடி ரூபாய்க்கு மேலே செலவாக்கின இந்த ரோடு இன்றைக்கி ஒரு மழை பெய்யும்போது ரோடு எப்படி முதல் கிடந்துச்சோ அதே மாதிரி சூழ்நிலைக்கு 2வது மாறப்பட்டிருக்கு. அதனால் வெந்தப்பட்ட உத்தரவாதப்பட்ட ஆளுகள் இதில் நடவடிக்கை எடுத்து இது நல்ல ரீதியில் இந்த ரோடை சரி செய்வதற்கு வேண்டிய காரியங்களை செய்யணும். இல்லைன்னு சொன்னால் இந்த ரோடில் மிகப்பெரிய அழிமதி நடந்திருக்குன்னு சொல்லி இங்கே இருக்கக்கூடிய பொதுமக்களும் சொல்கிறாங்க, நாங்களும் சொல்கிறோம். அதனால் இந்த அழிமதியை கண்டித்து காங்கிரஸ் கட்சியுடைய தலைமையில் ரோடு மறியல் உൾപ്പെടെ மிகப்பெரிய போராட்டங்கள் இங்கே நடைபெறும். 19 കിലോമീറ്ററോളം ദൂരമാണ് മൂന്നാർ സൈലന്റ് വാലി റോഡിനുള്ളത്. ദിവസവും നിരവധിയായ വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നു. റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ വൈകിയത് സമാനതകളില്ലാത്ത ദുരിതം പ്രദേശവാസികൾക്ക് സമ്മാനിച്ചിരുന്നു. നിലവിലെ സ്ഥിതി തുടർന്നാൽ റോഡ് വൈകാതെ പഴയ നിലയിലാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിർമ്മാണത്തിലെ പോരായ്മയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നാണ് ആക്ഷേപം.
ബന്ധപ്പെട്ട വകുപ്പുകൾ വിഷയത്തിൽ ഇടപെടുകയും പരിഹാരം കാണുകയും ചെയ്യണമെന്നാണ് ആവശ്യം. കാത്തിരുന്ന് റോഡിനായി ലഭിച്ച തുക പാഴായി പോകാൻ അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. ഉപ്പുതറ പോലീസ് സ്റ്റേഷൻ ഭാഗത്ത് വെള്ളമൊഴുകിയിരുന്ന കാന അടഞ്ഞതോടെ വീടിനടിയിലൂടെ വെള്ളമൊഴുകുന്നതായി പരാതി. ഇതോടെ വീടിന് ബലക്ഷയം സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ 3 കുടുംബങ്ങൾ. ഉപ്പുതറ പോലീസ് സ്റ്റേഷൻ ഭാഗത്തുണ്ടായിരുന്ന കാന അടഞ്ഞതോടെ വീടുകളിലേക്ക് വെള്ളം കയറുന്നതായാണ് കുടുംബങ്ങളുടെ പരാതി. മുൻപ് ഇവിടെ വെള്ളം കെട്ടിനിന്ന് റോഡ് ഇടിയുകയും വലിയ ഗർത്തം രൂപപ്പെടുകയും ചെയ്തിരുന്നു. കാന അടഞ്ഞിരിക്കുന്നതിനാൽ വെള്ളം വീടുകളുടെ അടിയിലൂടെ ഒഴുകി വീടുകൾക്ക് ബലക്ഷയം സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ഒരു കുഴിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു ഗർത്തം പോലെ ഉണ്ടായി. അത് മെമ്പറോട് പറഞ്ഞു ഒരു 5-6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മെമ്പർ ഒരു JCB കൊണ്ടുവന്ന് മാന്തി അവിടെ കുറച്ച് മണ്ണിട്ട് ഇത് അടച്ചു കളഞ്ഞു. ഇവിടെ കുഴി വരാൻ കാരണം ഇവിടെ ഒരു കാനയുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നത്. ഇതൊരു കാന പോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ കാന ഒരു പ്രാവശ്യം ഇവിടെ മണ്ണിടിഞ്ഞ് ഈ കാന ഇരുന്ന് പോയി കഴിഞ്ഞപ്പോൾ കാന കെട്ടാതെ കണ്ട് ഇതേ ഇപ്പം ഇരിക്കുന്ന മെമ്പർ തന്നെ 2 ലോഡ് മക്ക് കൊണ്ട് ഇട്ടിട്ട് ഇത് ടാറിങ് ധൃതി വെച്ച് ചെയ്യാനുള്ള ഇതുകൊണ്ട് കാന കെട്ടി തിരിക്കാതെ ഈ മക്ക് ഇട്ടുകൊണ്ട് ഈ കാന അടച്ച് ഇവിടെ ടാർ ചെയ്ത് വിട്ടു. ആ കാനയിലെ വെള്ളം ആ മോൾഭാഗത്തായിട്ട് താന്നിട്ട് ഈ 3 വീടിൻ്റെയും അടിഭാഗത്തൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3 വീടിൻ്റെയും തറയുടെ അടിയിൽ കൂടെയാണ് ഈ വെള്ളം ഒഴുകിപ്പോകുന്നത്. ഒരു ദിശയിൽ കൂടെ ഒഴുകുന്ന വെള്ളം പല ദിശയിൽ കൂടെ ഒഴുകിപ്പോകുന്നത്. എൻ്റെ വീടിൻ്റെ ബാക്ക് വശത്ത് ഈ വെള്ളം ഒഴുകി വലിയൊരു ഗർത്തം പോലെ ആയിരിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റിനോട് പല പ്രാവശ്യം ഞങ്ങൾ മെമ്പറോട് പല പ്രാവശ്യം ഞങ്ങൾ പറയുകയുണ്ടായി. ഈ വഴിയിൽ കോൺഗ്രസ് ഞങ്ങളോട് സഹകരിച്ച് നമുക്കിത് വെട്ടിപ്പൊളിച്ച് കാന തിരിച്ചുവിടാമെന്ന്. ഇവിടെ വരെയാണ് കാന ഉള്ളത്. ഇവിടെ വരെയുള്ള കാനയുണ്ട്. അപ്പോൾ അടിയിലോട്ട് ഇവിടെ വരെ മൂടിക്കിട്ടിരിക്കുക. അപ്പോൾ നാളിതുവരെയായിട്ടും ഒരു നടപടികളും ഈ പഞ്ചായത്ത് മെമ്പറിൻ്റെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ നടപടി ഉണ്ടായിട്ടില്ല. അടഞ്ഞിരിക്കുന്ന കാന തുറക്കുകയും സുഗമമായി വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. കൊട്ടാരക്കര-ദിണ്ടിഗൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ചുരക്കുളം കവലയ്ക്ക് സമീപം റോഡിലെ ഗർത്തം വാഹനയാത്രികർക്ക് അപകടക്കെണിയായി മാറുന്നു. നിരവധി ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെട്ട ഗർത്തം അടിയന്തരമായി നികത്തണമെന്ന ആവശ്യം ശക്തമാണ്. ഏറെ വാഹന തിരക്ക് അനുഭവപ്പെടുന്ന കൊട്ടാരക്കര-ദിണ്ടിഗൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ചുരക്കുളം കവലയ്ക്ക് സമീപമാണ് റോഡിലെ ഗർത്തം ഭീഷണി ഉയർത്തുന്നത്. റോഡിന് വശത്തായി രൂപപ്പെട്ട ഗർത്തത്തിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. അപകടങ്ങൾ പതിവായതോടെ സമീപവാസി ഇവിടുത്തെ ഗർത്തം തിരിച്ചറിയുന്നതിനായി പുൽച്ചെടിയും കല്ലും സ്ഥാപിച്ചിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോൾ ഈ പകലിങ്ങനെ അടയാളം വെച്ചിരിക്കുന്ന അതുകൊണ്ട് വലിയ വണ്ടിയൊന്നും ചേർന്നില്ല. രാത്രിയാകുമ്പോൾ എടുത്ത് മാറ്റുക. ഇതിലിപ്പോൾ 2 മാസത്തോളമായി. ഇതിനിടയ്ക്ക് 100-100 രൂപ ഞങ്ങൾ അടപ്പിക്കുകയൊക്കെ ചെയ്യും. എത്ര രൂപ അടയ്ക്കുന്നത്? അടച്ചാലൊന്നും നിൽക്കുന്നില്ല. പണം കഴിയുമ്പോൾ പോകും. ഇതന്നെ പണി. റോഡരികിലെ ഗർത്തം ശ്രദ്ധയിൽപ്പെടുന്ന വാഹനങ്ങൾ പെട്ടെന്ന് വെട്ടിച്ചു മാറുന്നതോടെ എതിർദിശയിൽ വരുന്ന വാഹനങ്ങളിൽ തട്ടി അപകടമുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. അടിയന്തരമായി ദേശീയപാതയിലെ ഈ അപകടക്കെണിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കുമളി വെള്ളാരംകുന്ന് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ പ്രഥമ PTA പൊതുയോഗം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ പുതുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കവിയും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറ മുഖ്യപ്രഭാഷണം നടത്തി. മനസ്സ് തളരുമ്പോഴാണ് വാർദ്ധക്യം വരുന്നതെന്നും കുഞ്ഞുങ്ങളെ സന്തോഷം അറിയിക്കുന്നത് പോലെ സങ്കടങ്ങളും അറിയിക്കണമെന്നും ആന്റണി മുനിയറ പറഞ്ഞു. PTA പ്രസിഡന്റ് ജോർജ് കണിപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മിനി ജോൺ, സ്റ്റാഫ് സെക്രട്ടറി ചാക്കോ VC എന്നിവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പെരിയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ തീരദേശവാസികൾ ആശങ്കയിൽ. ഇതോടെ ഉപ്പുതറ അയ്യപ്പൻകോവിൽ മേഖലകളിൽ താമസിക്കുന്നവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പെയ്യുന്ന ശക്തമായ മഴയിൽ ഉപ്പുതറ അയ്യപ്പൻകോവിൽ മേഖലയിലെ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ജനങ്ങൾ ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷത്തേക്കാളും ഈ വർഷം പെരിയാറ്റിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇതോടെ പല വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യവുമുണ്ട്. മഴ ഇനിയും തുടർന്നാൽ വീടുകൾ ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് തീരദേശവാസികൾ. ഭയങ്കര മഴ കാരണം കൊണ്ട് ആറ്റിൽ വെള്ളം കൂടിയിട്ട് ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ പുറവശത്ത് വരെയും വെള്ളമായി.
ഒരു ഭയങ്കര പേടി സ്വപ്നമാണ്. അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ പള്ളിഭാഗം മൂലമുള്ള വെള്ളം അവിടെ എല്ലായിടത്തും ഓടയുണ്ടായിരുന്നു. ആ ഓടയൊന്നുമില്ല ഇപ്പോൾ. എല്ലാ ഓടയും ഒരേ തരം നികത്തി വെള്ളം മൊത്തം എൻ്റെ ഈ വീടിൻ്റെ ഈ ഷെഡിനകത്തു കൂടിയാണ് പോകുന്നത്. അത് തന്നെ ഞങ്ങളുടെ വീടിന് തന്നെ ഒരു കേട്. മൊത്തം ഈ വെള്ളം എല്ലാം കൂടെ വന്നിട്ട് പുറകുവശം മൊത്തം കുഴിയാണ്. മണ്ണ് ഒലിച്ചു പോയിട്ട് മൊത്തം കുഴി പിടിച്ച് കിടക്കുകയാണ്. ആകെ മൊത്തം ഞങ്ങൾ പേടിച്ച് അതിനകത്ത് കിടക്കുന്നത്. പെരിയാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടെങ്കിലും അധികൃതർ ഇതുവരെ യാതൊരു ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടില്ല. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഇത് നേരിടുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടവും മറ്റു അധികൃതരും സ്വീകരിക്കണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദ കേരള കാർഡമം പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 161, വിൽപ്പനയ്ക്ക് വന്നത് 40,438, വിൽപ്പന നടന്നത് 39,667. കൂടിയ വില 2,624, ശരാശരി വില 2,206. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 655 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 60, റബ്ബർ 200. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,400 രൂപ, വെള്ളി 91. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കൈ. ബ്ലോക്ക് ഡിവിഷൻ ഉൾപ്പെടെ 2 സീറ്റ് UDF നേടിയപ്പോൾ BJP 1 സീറ്റിൽ വിജയിച്ചു. ഉടുമ്പൻചോലയിൽ സിറ്റിംഗ് സീറ്റ് LDF നിലനിർത്തി. കൂട്ടാർ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ വിധിച്ച തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷിച്ചത് ഭാര്യാമാതാവിനെയും ഭാര്യയുടെ ജ്യേഷ്ഠത്തെയും കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കൂട്ടാർ ഒറ്റമരം മൈലാടിയിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന സുജിനെ. കൊല്ലപ്പെട്ടത് കൂട്ടാർ ചേലമൂട് പുത്തൻ വീട്ടിൽ ഓമന, മകൾ ബീന എന്നിവർ. പെരിയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആശങ്കയിൽ തീരദേശവാസികൾ. ഇതോടെ ഉറക്കം നഷ്ടപ്പെട്ട ഉപ്പുതറ അയ്യപ്പൻകോവിൽ മേഖലകളിൽ താമസിക്കുന്നവർ. കട്ടപ്പന പുളിയൻമലയിലെ അറവുശാല നവീകരിക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിലിൽ അവതരിപ്പിച്ച 16 അജണ്ടകൾ അംഗീകരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.